പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 നോൺ മെറ്റൽസിലെ ലെറ്റസ് എസസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സം ഗ്യാസസ് ആർ ഗിവൺ ഇൻ ദ ഫോളോയിങ് ബോക്സ്. ചൂസ് സ്യൂട്ടബിൾ ആൻസർ ഫ്രം ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. അതായത് അവിടെ ഒരു 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ആൻസർ അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് ഇൻ ദ തെർമൽ ഡികമ്പോസിഷൻ ഓഫ് KMnO4. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിന് തെർമൽ ഡികമ്പോസിഷൻ നടത്തിയാൽ നമുക്ക് ഏത് ഗ്യാസ് ആണെന്ന് ലഭിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓക്സിജൻ. ദെൻ ബി വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. വാട്ടറിന് പ്യൂരിഫിക്കേഷന് വേണ്ടി ഏത് ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്? ദെൻ അതിൻ്റെ ആൻസർ ക്ലോറിൻ. വിച്ച് എലമെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു എലമെൻ്റാണ് നൈട്രജൻ. ക്വസ്റ്റ്യൻ ഡി വിച്ച് ഈസ് ഇൻഫ്ലമബിൾ ഗ്യാസ് ഒബ്റ്റൈൻഡ് ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. അതായത് വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലമബിൾ ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഹൈഡ്രജൻ ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി എക്സാമ്പിൾസ് ഓഫ് അലോട്രോപ്സ് ഓഫ് കാർബൺ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് എന്നും അമോർഫസ് അലോട്രോപ്പ് എന്നും 2 ബോക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഹെഡിങ്ങിൻ്റെയും താഴെ അതിൻ്റെ കോമൺസ് ഇതാണ് വേണ്ടത്. അപ്പോൾ ക്രിസ്റ്റലൈൻ അലോട്രോപ്സിൽ വരുന്നത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ ആൻഡ് ഫുള്ളറീൻ. അമോർഫസ് അലോട്രോപ്സിൽ വരുന്നത് ചാർക്കോൾ, കോക്ക്, കോൾ, ലാം ബ്ലാക്ക്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. An experiment is given to identify chloride salt. Write down the observation and inferences. അതായത് ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട്. ക്ലോറൈഡ് സാൾട്ടിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ആഡ് AgNO3 സൊല്യൂഷൻ ടു ദ ഗിവൺ സാൾട്ട് സൊല്യൂഷൻ. അതായത് നമുക്ക് തന്നിട്ടുള്ള സാൾട്ട് സൊല്യൂഷനിലേക്ക് സിൽവർ നൈട്രേറ്റിൻ്റെ സൊല്യൂഷൻ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാകുന്ന ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്. ദെൻ അതിൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ആഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ടു ദ പ്രസിപ്പിറ്റേറ്റ് ഫോംഡ്. അങ്ങനെ നമുക്ക് കിട്ടിയ പ്രസിപ്പിറ്റേറ്റിലേക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഒബ്സർവേഷൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷനായിട്ട് വരുന്നത് ദ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾഡ് ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ്. അതായത് നമുക്ക് നേരത്തെ കിട്ടിയ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ത് ചെയ്യും? അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ തന്നിട്ടുള്ള സാൾട്ട് ക്ലോറൈഡ് സാൾട്ട് ആയിരിക്കും. The fourth question, find the suitable gas for each of the following situation. ഓരോ സിറ്റുവേഷനിലേക്കും അനുയോജ്യമായ ഗ്യാസ് ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞത്. ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ റോക്കറ്റ് ഫ്യൂവൽ. റോക്കറ്റ് ഫ്യൂവലിൽ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്സിജനാണ്. ഡിപ്ലീഷൻ ഓഫ് ഓസോണിൻ്റെ ഡിപ്ലീഷന് കാരണം CFC. ടു ഇൻഫ്ലേറ്റ് ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾ. വാഹനങ്ങളുടെ ടയറുകളിലൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നൈട്രജൻ ഗ്യാസാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, potassium permanganate is heated in a boiling tube. A burning matchstick is inserted to the mouth of the boiling tube. Write down your observation. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ബോയിലിംഗ് ട്യൂബിൽ ചൂടാക്കുക നമ്മൾ. അപ്പോൾ ഒരു കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി അതിൻ്റെ ഒരു മൗത്ത് പൊസിഷനിലേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ്. ദ മാച്ച് സ്റ്റിക്ക് ബേൺസ് മോർ ബ്രൈറ്റ്ലി. ഈ മാച്ച് സ്റ്റിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ആളിക്കത്തും. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ. Sixth question, write the answers of the following question on the preparation of chlorine gas in the laboratory. അതായത് ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഗ്യാസ്. ഇവിടെ ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ആയിരിക്കും. ദെൻ ക്ലോറിൻ ഗ്യാസ് ഈസ് കളക്റ്റഡ് ബൈ പാസിങ് ഇറ്റ് ത്രൂ വാട്ടർ. വൈ? നമുക്കറിയാം ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് അത് വാട്ടറിലൂടെ കടത്തി വിടുന്നുണ്ട്. വാട്ടറിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെയും. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പേജ് നമ്പർ 149 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എ സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പർ ഈസ് ഓൾസോ റിലീസ്ഡ് എലോങ് വിത്ത് ദ ക്ലോറിൻ ഗ്യാസ്. ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ഡിസോൾഡ് ഇൻ വാട്ടർ വെൻ പാസ്ഡ് ത്രൂ ഇറ്റ്. അതായത് നമ്മൾ ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ ചെറിയൊരു എമൗണ്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പറും കൂടെ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആ ഹൈഡ്രജൻ ക്ലോറൈഡിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാട്ടറിൽ ഡിസോൾവ് ആവും. അതിനു വേണ്ടിയാണ് അത് വാട്ടറിലൂടെ കടത്തിവിടുന്നത്. ദെൻ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. വൈ?
അതും അതേ പേജിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ക്ലോറിൻ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടറിലൂടെ കടത്തി വിട്ടതിന് ശേഷം വീണ്ടും സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തി വിടുന്നുണ്ട്. അതെന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സൾഫ്യൂരിക് ആസിഡ് ക്യാൻ അബ്സോർബ് വാട്ടർ വേപ്പർ ഇൻ ദ ക്ലോറിൻ ഗ്യാസ്. സൾഫ്യൂരിക് ആസിഡിന് ക്ലോറിൻ ഗ്യാസിൽ അടങ്ങിയിട്ടുള്ള വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. സോ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഈ വാട്ടർ വേപ്പറിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. ദെൻ 7th ക്വസ്റ്റ്യൻ, ദ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ റിക്വയർസ് മോയ്സ്ചർ, ഗിവ് റീസൺ. അതായത് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷന് മോയ്സ്ചർ അല്ലെങ്കിൽ ഈർപ്പം അത്യാവശ്യമാണ്. അതിൻ്റെ കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 149 കൊടുത്തിട്ടുണ്ട്. വാട്ടർ റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഹൈപ്പോക്ലോറസ് ആസിഡ്. അതായത് മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. ആ വാട്ടർ എന്ത് ചെയ്യും, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈപ്പോക്ലോറസ് ആസിഡും ഫോം ചെയ്യും. ഹൈപ്പോക്ലോറസ് ആസിഡ് ഈസ് അൺസ്റ്റേബിൾ, സോ ഇറ്റ് ഡീകമ്പോസസ് ടു ഫോം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നേസൻറ്റ് ഓക്സിജൻ. ഈ ഉണ്ടായിട്ടുള്ള ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺസ്റ്റേബിളാണ്. അതപ്പം തന്നെ ഡീകമ്പോസ് ചെയ്തിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും നേസൻറ്റ് ഓക്സിജനുമായിട്ട് മാറും. ദിസ് നേസൻറ്റ് ഓക്സിജൻ ആക്ട് ആസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് ടു ഡീകളറൈസ് ദ കളേർഡ് സബ്സ്റ്റൻസ്. ഈ നേസൻറ്റ് ഓക്സിജനാണ്, ഇതൊരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഈ ഒരു നേസൻറ്റ് ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, കളേർഡ് സബ്സ്റ്റൻസിനെ ഡീകളറൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ദെൻ 8th ക്വസ്റ്റ്യൻ, chemical fertilizer must be banned completely and organic fertilizers must be promoted. What is your opinion about this argument? Justify your answer. അതായത് കെമിക്കൽ ഫെർട്ടിലൈസർ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്ത് പകരം ഓർഗാനിക് ഫെർട്ടിലൈസർ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കെമിക്കൽ ഫെർട്ടിലൈസർ കംപ്ലീറ്റ് ബാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. കുറേ മെറിറ്റും ഡിമെറിറ്റൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ നാച്ചുറിന്, മണ്ണിനും പ്രകൃതിക്കൊക്കെ ഒരുപാട് ദോഷങ്ങളും പൊല്യൂഷൻസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളെ അഭിപ്രായമാണ് പറയാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഞാൻ 2 ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത്, നിങ്ങൾ ഏതിനോടാണോ യോജിക്കുന്നത് ആ ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ നോക്കാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കംപ്ലീറ്റ്ലി അബൻഡൻ കെമിക്കൽ ഫെർട്ടിലൈസർ. അതായത് കെമിക്കൽ ഫെർട്ടിലൈസറിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അബൻഡൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കംപ്ലീറ്റ്ലി അവോയ്ഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അതായത് കെമിക്കൽ ഫെർട്ടിലൈസറിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ഒബ്റ്റെയിനിങ് ഹയർ yields, ഈസിലി അവൈലബിലിറ്റി ആൻഡ് റാപ്പിഡ് അവൈലബിലിറ്റി ഓഫ് ദി 3 ന്യൂട്രിയൻസ് NPK. അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ് കെമിക്കൽ ഫെർട്ടിലൈസർ. അതേപോലെ തന്നെ NPK എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഈ 3 ന്യൂട്രിയൻസിൻ്റെ ഇതിൻ്റെ ഈസിലി അവൈലബിലിറ്റി നമുക്ക് നൽകാൻ കഴിയും. Therefore, the agricultural sector should be developed by providing the required amount of chemical fertilizers to each crop. അപ്പോൾ ഓരോ വിളവിനും ഏതാണോ ആവശ്യമുള്ളത്, ഏത് ന്യൂട്രിയൻ്റ് ആണോ വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ പറ്റും. അത് കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഒരു മെറിറ്റായിട്ട് പറയാം നമുക്ക്. ദെൻ കെമിക്കൽ ഫെർട്ടിലൈസർ ഷുഡ് ബി കംപ്ലീറ്റ്ലി അബൻഡൻറ്റ് ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഓർഗാനിക് ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി, അതായത് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. ഇറ്റ് ഡസ് നോട്ട് ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസം ഇൻ ദ സോയിൽ. മണ്ണിലുള്ള സൂക്ഷ്മജീവികളെയൊന്നും ഇത് നശിപ്പിക്കുന്നില്ല. ഇറ്റ് റെഡ്യൂസസ് എ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ. ഇത് പൊല്യൂഷൻ സാധ്യത കുറക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് മെറിറ്റ്സ് ആണ്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസറിന് മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്. അതേപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസറിന് കുറേ മെറിറ്റ്സും ഡിമെറിറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഫെർട്ടിലൈസറിൻ്റെ പോയിൻസിനാണോ യോജിക്കുന്നത് ആ ആൻസർ മാത്രം എഴുതിയാൽ മതി. Then 9th question, what are the chemicals required for preparing hydrogen in the laboratory? ലബോറട്ടറിയിൽ ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കെമിക്കൽസിനാണ് ആവശ്യമുള്ളത്? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സിങ്ക് ഗ്രാനുൾസ്. ദെൻ B, how will you identify that the gas obtained is hydrogen? Insert a burning splint into the mouth of the test tube. The gas burns with a pop sound. നമ്മളൊരു ഇറക്കിൽ അല്ലെങ്കിൽ ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്കോ സ്പ്ലിൻ്റ് എന്തെങ്കിലും ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ആ ഒരു ഗ്യാസ് ഒരു പോപ്പ് സൗണ്ടോട് കൂടി കത്തും. അങ്ങനെയാണെങ്കിൽ അത് ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം.
Then 10th A, what are the merits of hydrogen when it is used as a fuel? ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ മെറിറ്റ്സാണ് ഹൈഡ്രജൻ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. When hydrogen is used as a fuel, the possibility of pollution is very low, since water is the only product formed. അതായത് ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പൊല്യൂഷൻ്റെ സാധ്യത വളരെ കുറവാണ്, കാരണം വാട്ടർ മാത്രമാണ് അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്നത്. ദെൻ ഹൈ കലോറിഫിക് വാല്യൂ, ഹൈഡ്രജന് കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്. വാട്ട് ആർ ദി ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ? ഹൈഡ്രജന് 3 ഐസോട്ടോപ്പുകളാണുള്ളത്: പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. വിച്ച് എമംഗ് ദിസ് ഈസ് ആൻ ഐസോട്ടോപ്പ് വിത്തൗട്ട് എ ന്യൂട്രോൺ? ഈ 3 ഐസോട്ടോപ്പിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് പ്രോട്ടിയമാണ്. പ്രോട്ടിയത്തിൽ ന്യൂട്രോൺ അടങ്ങിയിട്ടുള്ള 1H1 എന്നാണ് അതിൻ്റെ ഫോമുല. ദെൻ 11th A, വാട്ട് ഈസ് മീൻ ബൈ കലോറിഫിക് വാല്യൂ? കലോറിഫിക് വാല്യൂ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പേജ് നമ്പർ 135 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഇസ് ദ ഹീറ്റ് എനർജി റിലീസ്ഡ് ഫ്രം യൂണിറ്റ് മാസ് ഓഫ് ദ ഫ്യൂവൽ ഓൺ കംപ്ലീറ്റ് കമ്പഷൻ. ഒരു യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് കത്തുകയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജീൻ്റെ അളവാണെന്ത് കലോറിഫിക് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സം ഫ്യൂവൽസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. വിച്ച് ഫ്യൂവൽ ഹാസ് ദ ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ? പെട്രോൾ, കോൾ, എത്തനോൾ, ഹൈഡ്രജൻ, മെത്തനോൾ. ഇത്രയും ഫ്യൂവൽസാണ് തന്നിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ഹൈഡ്രജനാണ്. ദെൻ സേ ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ. വാട്ട് ആർ ദ റീസൺ ഫോർ ദി ലിമിറ്റേഷൻ? ഹൈഡ്രജൻ നല്ലൊരു ഫ്യൂവലാണെങ്കിൽ, ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഫ്യൂവലാണെങ്കിലും അത് ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ബേൺസ് വിത്ത് ആൻ എക്സ്പ്ലോഷൻ. ഒരു സ്ഫോടനത്തോടു കൂടി കത്തുന്ന ഗ്യാസാണ് ഹൈഡ്രജൻ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഹൈഡ്രജൻ. ഹൈഡ്രജനെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഹൈഡ്രജൻ ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ. 12th ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ക്രിസ്റ്റലൈൻ ഫോംസ് ഓഫ് കാർബൺ ഈസ് ഡയമണ്ട്. ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വൈ? അതായത് കാർബണിൻ്റെ ഒരു ക്രിസ്റ്റലൈൻ ഫോമാണ് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. അതിന് കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലൻ്റ്ലി ബോണ്ടഡ് ടു 4 അതർ കാർബൺ ആറ്റംസ് സറൗണ്ടിങ് ഇറ്റ്. അതായത് ഓരോ ഡയമണ്ടിലും നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പോൾ ഓരോ ഡയമണ്ടിൽ ഓരോ കാർബൺ ആറ്റവും മറ്റ് 4 കാർബൺ ആറ്റവുമായിട്ട് കോവാലൻ്റ്ലി ബോണ്ടഡ് ആണ്. ദി സ്ട്രോങ് ബോണ്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹാർഡ്നെസ് ഓഫ് ഡയമണ്ട്. ഈ സ്ട്രോങ് ബോണ്ടാണ് ഡയമണ്ടിൻ്റെ ഹാർഡ്നെസ്സിന് കാരണം. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഇൻ ദിസ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഡയമണ്ട് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതായത് ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ ഈ ഫ്രീ ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ് ഉള്ളത് കൊണ്ട് ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഫ്രീ ഇലക്ട്രോൺ വേണം. അപ്പോൾ ഡയമണ്ടിൽ ഫ്രീ ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. 13th ക്വസ്റ്റ്യൻ, വിച്ച് അലോട്രോപ്പ് ഓഫ് കാർബൺ ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? കാർബണിൻ്റെ ഏത് അലോട്രോപ്പാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? ഗ്രാഫൈറ്റ് ആണ്. ഗിവ് റീസൺ ഫോർ ദിസ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അതിൻ്റെ കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ഗ്രാഫൈറ്റ് ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലൻ്റ്ലി ബോണ്ടഡ് ടു 3 അതർ സറൗണ്ടിങ് കാർബൺ ആറ്റം. സോ ദർ ഈസ് എ ഫ്രീ ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ഗ്രാഫൈറ്റ്. ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദ ഫ്രീ ഇലക്ട്രോൺ ഗ്രാഫൈറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതായത് ഗ്രാഫൈറ്റിൻ്റെ കേസിൽ ഓരോ കാർബൺ ആറ്റവും മറ്റ് 3 ആറ്റവുമായിട്ടാണ് കോവാലൻ്റ്ലി ബോണ്ടഡായി കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോണിൻ്റെ പ്രസൻസാണ് ഗ്രാഫൈറ്റിനെ ഇലക്ട്രിക്കൽ കണ്ടക്ടറാക്കി മാറ്റുന്നത്. റൈറ്റ് ഡൗൺ എനി 2 യൂസസ് ഓഫ് ദിസ് അലോട്രോപ്പ്. ഗ്രാഫൈറ്റിന് 2 യൂസസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻ്റ്. ഗ്രാഫൈറ്റ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പെൻസിൽ ലെഡ്. പെൻസിൽ ലെഡായിട്ട് യൂസ് ചെയ്യുന്നതും ഗ്രാഫൈറ്റാണ്. ദെൻ 14th ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. അത് എ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രഫീനാണ്. അതിന് മാച്ച് ചെയ്യുന്നത് ബി കോളത്തുനിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയമണ്ടിന് മാച്ച് ചെയ്യുന്നത് മേക്കിംഗ് ഓർണമെൻറ്റ്സ്, ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻസ്, ഗ്രഫീൻ നാനോ ടെക്നോളജി. ദെൻ 15th ക്വസ്റ്റ്യൻ, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് കാൽസ്യം കാർബണേറ്റ് ആർ ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്? അതായത് കാൽസ്യം കാർബണേറ്റും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു ടെസ്റ്റ് ട്യൂബിലെടുക്കും. ആ സമയത്ത് ഏത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ്. ബി, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ CaCO3 പ്ലസ് 2HCl ഗീവ്സ് CaCl2 പ്ലസ് H2O പ്ലസ് CO2.
The C question, the gas obtained is passed through clear lime water. Write down the observation. ഈ ഗ്യാസിനെ നമ്മളൊരു ക്ലിയർ ലൈം വാട്ടറിലൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. സോ ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ഈ ലൈം വാട്ടർ പാൽ നിറമായി മാറുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒബ്സർവേഷനായിട്ട് വരുന്നത്. സോ ഇതോടുകൂടി നമ്മൾ ലെറ്റർ സക്സസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.